നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പെൺമക്കളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ദുരിതങ്ങൾ നിറഞ്ഞതാണ്. വളരെ ചിട്ടയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന പെൺകുഞ്ഞുങ്ങൾ ചെറുപ്രായം മുതലേ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവുമൊക്കെ ഏറ്റുവാങ്ങി അതീവ പരിഗണന അർഹിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നു ഒരു ഘട്ടം വരെയും. തുടർന്ന് വിവാഹാനന്തരം ഈ പെൺമക്കൾ തന്നെ സ്വന്തം ഭവനത്തിൽ നിന്നും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അകന്നു പോകേണ്ട അവസ്ഥയിലേക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ പോലും അവഗണിക്കുന്ന രീതിയിലേക്ക് പെൺമക്കളുടെ ജീവിതങ്ങൾ മാറാറുണ്ട്. സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല എന്ന് അറിയുമ്പോൾ തന്നെ ആ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം വളരെയധികം വേദനയോടുകൂടിയുള്ളതായി മാറുന്നു. ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളുമൊക്കെ ഇറക്കി വെക്കാൻ ഒരു ഇടമില്ലാതെ അവർ വളരെ മാനസികമായിട്ട് തകർന്ന രീതിയിൽ അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള അവസ്ഥയിൽ ജീവിതം മുൻപോട്ട് പോകുന്നതായി കാണാൻ സാധിക്കും. ഒരു കുഞ്ഞ് വീട്ടിലുണ്ടായാൽ ആ മാതാപിതാക്കൾ എത്രയധികം സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് ആൺകുഞ്ഞുങ്ങളായാലും അവരെ വളർത്തുക. പെൺകുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിച്ചാണ് വളർത്തുക ആൺകുഞ്ഞുങ്ങളോടൊപ്പം തന്നെ. കാരണം പൊട്ടുതൊടിക്കാനും കണ്ണെഴുതാനും പുതിയ ഉടുപ്പിടിപ്പിക്കാനും ഒക്കെ പെൺകുഞ്ഞുങ്ങളോടാണ് കൂടുതൽ താല്പര്യം തോന്നുക. അത്തരത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഏറ്റവും സ്നേഹം കിട്ടി വളരുന്നത് പെൺകുഞ്ഞുങ്ങൾ തന്നെയാണ്. കുസൃതികളൊക്കെ കുറവായതുകൊണ്ട് വളരെ പരിഗണന അർഹിച്ച് വളരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം താറുമാറാകുന്നത് തന്നെ വിവാഹമാണ്. അനുഭവങ്ങൾ കൊണ്ട് അനേകം ആളുകളുടെ ജീവിതങ്ങൾ എടുത്തു നോക്കിയാൽ വിവാഹമാണ് ഓരോ പെൺകുട്ടിയുടെയും ജീവിതം അവസാനിക്കുന്നതിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. അതുമല്ല എങ്കിൽ വിവാഹത്തോടുകൂടി മാതാപിതാക്കൾ പോലും പെൺകുട്ടികളെ അവഗണിക്കുന്നു. ആ ഭവനത്തിൽ തിരിച്ചൊന്ന് ചെന്ന് കയറിയാൽ അവിടെ തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാൻ പോലും ആരുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറാറുണ്ട്. മാതാവും പിതാവുമൊക്കെ വിവാഹത്തിന് മുൻപ് കണ്ടിരുന്നത് പോലെയല്ല പിന്നീട് കാണുന്നത്. അവിടെ ഇനി ഒരു സഹോദരൻ കൂടിയുണ്ട്, അല്ലെങ്കിൽ നാത്തൂന്മാരും കൂടെ വന്നു പെട്ടിട്ടുണ്ട് എങ്കിൽ പറയാനും വയ്യ. ആർക്കും തങ്ങളോടൊരു സ്നേഹമോ കരുതലോ വാത്സല്യമോ ഒരു പരിഗണനയോ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാനോ ആരും കരുതാനില്ലാത്ത ഒരിടമായി സ്വന്തം ഭവനം മാറുന്നത് വിവാഹത്തിന് ശേഷം കാണാൻ കഴിയാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. കരുതുന്ന മാതാപിതാക്കളുമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നടന്ന ആത്മഹത്യകൾ പരിശോധിച്ചാൽ ഷൈനിക്കും ഷൈനിയുടെ സ്വന്തം ഭവനത്തിൽ നല്ലൊരിടമില്ലായിരുന്നു. അഡ്വക്കേറ്റ് ജിസ്മോളുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ വിദേശത്തായിരുന്നു. അത്തരത്തിൽ ചിന്തിച്ചാൽ ആ കുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോയി നല്ലൊരു ജോലിയും വാങ്ങി മക്കളോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടതിന് പകരം അവരും ജിസ്മോളെ കണ്ടില്ല എന്ന് നടിച്ചു. അതല്ല എങ്കിൽ തങ്ങളുടെ ജീവിതത്തേക്കാൾ വലുതല്ല മകളുടെ ജീവിതമെന്ന് കണ്ടുകൊണ്ട് അവളെ പരിഗണിക്കാൻ അവരും തയ്യാറായില്ല. ഇത്തരത്തിൽ ചിന്തിച്ചാൽ പെൺമക്കൾ അവരുടെ ജീവിതം സ്വന്തമായിട്ട് മുൻപോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. മറ്റുള്ളവരിൽ നിന്നുള്ള പരിഗണനകൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, അത് ലഭിക്കുകയില്ല. പക്ഷേ ഇങ്ങനെ ആയിരിക്കരുത്. സ്വന്തം മാതാപിതാക്കളെങ്കിലും തനിക്കുണ്ടെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഓരോ പെൺകുഞ്ഞിൻ്റെയും മനസ്സിലുണ്ടാവണമെങ്കിൽ സ്നേഹം കൊടുക്കുക. മാതാപിതാക്കളുടെ പരിഗണന മക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നു, തിരിച്ചും. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ തനിക്കൊരിടമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ പെൺകുഞ്ഞുങ്ങളെ വിവാഹത്തിന് ശേഷവും മാതാപിതാക്കൾ പരിഗണിക്കുക തന്നെയല്ലേ വേണ്ടത്.